ഗൈസ്, വാൾമുനക്ക് മുന്നിൽ നിന്നുകൊടുത്ത് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച കുറച്ചു പേരെ നമുക്ക് പരിചയപ്പെടാം. 3 ഇഞ്ച് നീളത്തിൽ കഷ്ണങ്ങളാക്കിയ വെണ്ടക്ക, 3/4 ഇഞ്ച് നീളത്തിൽ ചറവറാന്നരിഞ്ഞിട്ട പയർ, 2.5 ഇഞ്ച് നീളത്തിൽ 1/2 ഇഞ്ച് വീതിയിൽ അരിഞ്ഞിട്ട കൈപ്പക്ക, ത്രികോണാകൃതിയിൽ അല്ലെങ്കിൽ പിരമിഡ് പോലെ അരിഞ്ഞിട്ട തക്കാളി, ചതുരത്തിലും നീളത്തിലുമുള്ള വെള്ളരിക്ക, അളവിന്റെ കാര്യത്തിൽ കണക്കുകൂട്ടലുകൾ തെറ്റിയ പച്ചമുളക്. ഈ കാണുന്ന വാൾമുനക്ക് മുന്നിലാണ് പച്ചക്കറികളെല്ലാം അടിയറവ് പറഞ്ഞത്. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച ഞങ്ങളും കുറച്ച് വിശ്രമിക്കട്ടെ. സമയം പുലർച്ചെ 3 മണി. ഈ സമയത്ത് ചെമ്പിനുള്ളിൽ എന്താണ്, വെറുതെ ചൂട് കായാൻ ഇരുന്നതാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഒരു വശത്ത് സാക്ഷാൽ ഭൈരവന്റെ മുഖമെഴുത്ത് പുരോഗമിക്കുന്നു, മറുവശത്ത് സാക്ഷാൽ കുട്ടിച്ചാത്തനും. കരുവാക്കോട് ശ്രീ വയനാട്ടുകുലുവൻ തറവാട്ടിലാണ് ഞാൻ. കേട്ടറിവിനേക്കാൾ എത്രയോ കേമമാണ് കുട്ടിച്ചാത്തൻ തെയ്യം. ആദ്യമായിട്ടാണ് ഒരു കുട്ടിച്ചാത്തൻ തെയ്യത്തെ ഞാൻ ഇത്ര അടുത്ത് കാണുന്നത്. കുട്ടിച്ചാത്തൻ ഉറയുന്നത് വിസ്മയത്തോടെ ഞാൻ കണ്ടുനിന്നു. ഭക്തിയോടെ തൊഴുതു നിൽക്കുന്ന ഈ കുട്ടിയുടെ മനസ്സിലും നിഷ്കളങ്കമായ ദൈവീകതയുടെ മറ്റൊരു മുഖം ഒളിഞ്ഞിരിപ്പുണ്ട്. തെങ്ങിന്റെ പച്ചോലയിൽ തീക്കനൽ വാരിയിട്ട് കുട്ടിച്ചാത്തൻ ഉറഞ്ഞാടുകയാണ്. അങ്ങനെ യാദൃശികമായി കുട്ടിച്ചാത്തനെ കണ്ടതിൽ സന്തോഷം. അടുത്ത നിമിഷം വരാൻ പോകുന്നത് ഭക്തജനങ്ങൾ ഏറെ കാത്തിരുന്ന ഭൈരവന്റെ പുറപ്പാട്. ഭൈരവന്റെ പുറപ്പാട് കാണാൻ ക്യാമറയുടെ ബാറ്ററി തീരെ അനുവദിച്ചില്ല. സമയമായില്ല, അത്ര തന്നെ.